അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോ ഞങ്ങൾ വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥ, കൃപ ചൊരിയണമേ നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 75 സങ്കീർത്തനം 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും, ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി സ്തോത്രം. എടുത്തെടുത്ത് പറയുവാണ്, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം എന്ന യാഗർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ ദൈവം ദാനമായി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം, ദേവഗണങ്ങളിൽ അത്യുന്നതനായ ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം എന്ന യാഗർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ദൈവം ഒരുക്കട്ടെ. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു. ആമേൻ. ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു. അതിശയമായ ദൈവപ്രവൃത്തി സാക്ഷീകരിക്കുവാൻ വിശ്വസിക്കുന്ന മക്കളെ ദൈവം ഒരുക്കും. ദൈവമക്കളെ, സമ്പത്തുകൾ വാരിക്കൂട്ടുമെന്നോ ഒരുപാട് ധനം നമുക്കുണ്ടാകുന്നു, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞിട്ടില്ല. ദൈവസനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു. അതിശയമായ പ്രവൃത്തി, അത്ഭുതവും അതിശയമായൊരു പ്രവൃത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടില്ലേ ദൈവമക്കളെ? എത്രമാത്രം ഇന്ന് ഈ സമയത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാനുള്ളൊരു അവസരം തന്നത് ജീവിതത്തിലെ ഒരു അതിശയ പ്രവൃത്തിയാണ്. ഇന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ അവസരം കിട്ടിയത് അത് ജീവിതത്തിൽ ദൈവം തന്ന ഒരു അതിശയമായ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. മാത്രമല്ലല്ലോ ദൈവമക്കളെ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മഹാവ്യാധി മാറ്റി തന്നില്ലേ? മഹാകഷ്ടതയെന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചില്ലേ? ഒരുപാട് നമ്മൾ വാരിക്കൂട്ടിയെടുത്തില്ല. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ നമുക്കതിനുള്ള ഭാഗ്യം ദൈവം തന്നില്ലേ? ആമേ, സ്തോത്രം. പണ്ടൊക്കെ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിക്കും മുമ്പ് എൻ്റെ അനുഭവത്തെ പറയട്ടെ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളൊക്കെ നേരിട്ടപ്പോൾ തളർന്നു പോകുന്നൊരു മനസ്സാണ്. ഇനി നമുക്ക് മുൻപോട്ടൊരു രക്ഷയുണ്ടോ? ഇനി നമ്മുടെ കണ്ണിനൊരു ദൈവം കാണുമോ? ഈ രോഗത്തിന് കർത്താവ് സൗഖ്യം തരുമോ? അങ്ങനെയൊക്കെയുള്ളൊരു ഇനി നമുക്കൊരു രക്ഷപ്പെടാനൊരു ദിവസം ഉണ്ടാവുമോ? സന്തോഷിക്കാനൊരു അവസരം നമുക്ക് ജീവിതത്തിലുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ദൈവത്തെ അറിഞ്ഞ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്ന് നമ്മൾ കണ്ടതിനേക്കാൾ അധികം കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്നും കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ തളർന്നില്ല. കാരണം ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്ന ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ആ വൻകൃപയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക്, അമ്മേ സ്തോത്രം, ഉറപ്പുള്ള മനസ്സ് തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടാതെ ഏത് മഹാകഷ്ടതയുടെ നടുവിലും കൂടെ നിന്ന് നമ്മളെ വഴി നടത്തുന്ന ആ കൃപയൊക്കെ ഒന്ന് ഓർത്താൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയത് നമുക്ക് സാക്ഷി പറയാൻ പറഞ്ഞു തീർക്കാനുള്ള ദിവസങ്ങൾ നമുക്ക് മതിയാകുമോ? ദൈവത്തിന് സ്തോത്രം. 1-2 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരുന്ന അനുഭവമാണോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? ദൈവം തന്ന ഉപകാരങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, എങ്ങനെ ദൈവത്തെ നമ്മൾ സ്തുതിക്കും? എത്രത്തോളം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റും? പോരാ. ഒരായുഷ്കാലം മുഴുവനും ദൈവത്തെ സ്തുതിച്ചാലും പോരാ ദൈവമക്കളെ. അത്രമാത്രം ഈ ക്രിസ്തുനാഥൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുകയല്ലേ? ഈ കരുതൽ നമ്മൾ അനുഭവിക്കുകയല്ലേ? ആമേ സ്തോത്രം. ഇന്ന് നമ്മൾ അനാഥരല്ലല്ലോ ദൈവമക്കളെ. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ? ഒരു കാലത്തെ കഷ്ടത വന്നപ്പോൾ നമ്മളൊക്കെ ഓർത്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. ഞാനും എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തിട്ടുള്ള കാലങ്ങളുണ്ട്. ആമേ സ്തോത്രം. എന്ന് വെച്ചാൽ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെ ഒക്കെ സമയങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹം ഏറെ കിട്ടിയെങ്കിലും എല്ലാവർക്കും മുമ്പിൽ അവർ നമ്മുടെ തകർച്ച കണ്ട് ചേർന്ന് നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ തോന്നും, ഞാൻ എൻ്റെ അപ്പനെ നോക്കേണ്ടതല്ലേ, എൻ്റെ അമ്മയെ നോക്കേണ്ടതല്ലേ, അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കേണ്ടതല്ലേ, ഇന്നെനിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പൻ്റെ അമ്മയുടെ സഹായത്താലല്ലേ ഞാൻ ഇന്നും കഴിഞ്ഞു പോകുന്നത്. അവരെനിക്ക് വേണ്ടി ഇതുവരെയും കഷ്ടം അനുഭവിക്കല്ലേ. നമുക്കിനി ഒരു നല്ല കാലം ഉണ്ടാവുമോ?
എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യങ്ങൾ ഇല്ലേ ദൈവമക്കളെ? സ്വന്തമായിട്ട് കയറിക്കിടക്കാനൊരു ഭവനമില്ലാത്തവർ മനസ്സിൽ എത്ര പ്രാവശ്യം ഓർത്തിട്ടുണ്ട്, ദൈവമേ സ്വന്തമായിട്ടൊരു ഭവനം കിട്ടിയിരുന്നെങ്കിൽ അതിന് നമുക്ക് ലഭിക്കുമോ? അങ്ങനെ നമ്മൾ കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് തേങ്ങിപ്പോകുമ്പോൾ കിട്ടിയ നന്മകളെ ഒന്നോർത്താൽ ജീവിതത്തിൽ ദൈവമക്കളെ പറഞ്ഞു തീർക്കാനാവാത്ത അത്രത്തോളം നന്മ കൊണ്ട് ദൈവം നമ്മളെ നിറച്ചുകൊണ്ടിരിക്കുകയല്ലേ. കിട്ടിയ നന്മകളെ മാത്രം ഒന്നോർത്താൽ കിട്ടാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടാനില്ല. കിട്ടിയതൊക്കെയും അത്ര വിലമതിച്ച് തന്നെയായിരുന്നു. ഇന്ന് കഷ്ടത വട്ടെ, കണ്ണുനീര് വട്ടെ, ഞെരുക്കം വട്ടെ, രോഗം വട്ടെ, അപ്പോഴൊക്കെ എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്ന ആ ശബ്ദം നമുക്ക് നമ്മുടെ കാതിൽ കേൾക്കാൻ പറ്റും ദൈവമക്കളെ. മകനെ മകളെ എന്ന് വിളിക്കുന്ന ആ ശബ്ദം നമ്മൾ കേൾക്കുകയല്ലേ. ഈ വചനത്തിലേക്ക് നോക്കിയാൽ വചനമല്ലേ നമ്മളെ പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും പ്രത്യാശയുള്ളവരായി നമ്മളെ നടത്തുന്നത്. ഈ തിരുവചനമല്ലേ, ഈ വചനം ജീവിക്കുന്നതല്ലേ, ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസം നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗ്ഗീയ നല്ല ദൈവമേ, എൻ്റെ കർത്താവെ, അത്ഭുതവും അതിശയവുമായി വിളിച്ചു വേർതിരിച്ച ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ അനാഥരല്ല കർത്താവെ, ബലഹീനരല്ല. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ കർത്താവെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അത് ഞങ്ങൾ അനുഭവിക്കുന്നു കർത്താവെ. ഇത്രയേറെ സൗഭാഗ്യം തന്ന ദൈവത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. കർത്താവെ, ആരും സഹായിപ്പാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിനു നോക്കുമ്പോഴും എല്ലാ സഹായങ്ങളും മാറിപ്പോകുമ്പോഴും കർത്താവെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കുവാൻ അടിയങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ദാനമായി തന്ന ആ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. നാളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഏറെ പേര് ഇതിനകത്തുണ്ട് കർത്താവെ. ഇന്ന് വരെ പോറ്റി പുലർത്തിയ നല്ല ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കണേ. ഇത്രത്തോളം ദൈവം നടത്തിയ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കണമേ. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന പൊന്നു തമ്പുരാനെ, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കർത്താവെ, നാളെ ഓർത്ത് ഭയപ്പെട്ട് നിൽക്കുന്നവർക്ക് നാളെ എന്ന് പറഞ്ഞ ദിവസത്തിൽ ദൈവം പ്രവർത്തിച്ച നന്മയൊന്ന് കാണാൻ ഭാഗ്യം കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണേ അപ്പാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.